നിങ്ങളെ നിങ്ങളാക്കുന്ന സകല സ്വഭാവവും, അതായത് നിങ്ങളുടെ ഉയരം, വണ്ണം, മുഖഛായ, നിറം, ശബ്ദം എന്ന് വേണ്ട, നിങ്ങളെ നിങ്ങളാക്കുന്ന സകലതും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതുമാത്രമല്ല, അതിനുശേഷം ആ രേഖയ്ക്ക് കോടിക്കണക്കിന് കോപ്പികളും ഉണ്ടായിട്ടുണ്ട്. ഇത് എവിടെയാണെന്നല്ലേ? നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും ക്രോമോസോമുകളായി രൂപപ്പെട്ടിരിക്കുന്ന DNA-യിലാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ഡാറ്റ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ഡാറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ ജനറ്റിക് കോഡ് ഉപയോഗിച്ച് നിങ്ങളെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ തന്നെ കോപ്പികളെ. ഈ പരിപാടി ഇന്ന് പല ലബോറട്ടറികളിലും നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് മാത്രമല്ല, ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും വരെ ഇത് നടക്കുന്നുണ്ട്, അതും നിയമവിധേയമായി. പക്ഷേ കോപ്പികൾ ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെതല്ല എന്ന് മാത്രം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആധുനിക ജീവശാസ്ത്രത്തിലെ ഒരു നാഴികക്കല്ലായ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ്. ഒട്ടനവധി ആളുകളുടെ വിശപ്പ് മാറ്റിയ, ഒട്ടനവധി സ്പീഷീസുകളെ വംശനാശത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിച്ച, പിന്നീട് ജനിതക ശാസ്ത്രത്തിലും മെഡിസിൻ ഫീൽഡിലും എല്ലാം പകരം വെക്കാനില്ലാത്ത വിപ്ലവമായി മാറിയ ആ കണ്ടുപിടുത്തമാണ് ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയിൽ നിന്നും അടർത്തി മാറ്റിയ ഭാഗത്തെ കൃത്യമായ ന്യൂട്രീഷനും ഹോർമോണുകളും അന്തരീക്ഷവും നൽകി പല കോശങ്ങളായി പെരുകാൻ അനുവദിക്കുകയും അതിൽ നിന്നും ലക്ഷക്കണക്കിന് പുതിയ ചെടികളെ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ. ഈ പ്രോസസ്സ് ഒരു ടിഷ്യൂ കൾച്ചർ ലാബിൽ നടക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ്. ഏറ്റവും ആരോഗ്യമുള്ള, രോഗങ്ങളൊന്നുമില്ലാത്ത, ഏറ്റവും ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ ഭാഗങ്ങളാണ് ഇതിനായി ആദ്യം തിരഞ്ഞെടുക്കുക. ഇത്തരത്തിൽ മുറിച്ചെടുത്ത ഭാഗത്തെ എക്സ്പ്ലാന്റ് എന്നാണ് പറയുക. ഇങ്ങനെ തിരഞ്ഞെടുത്ത എക്സ്പ്ലാന്റ് സ്റ്റെറിലൈസ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇവ കൃത്യമായ അളവിൽ ന്യൂട്രിയൻസും മറ്റു ഘടകങ്ങളും അടങ്ങിയ ഒരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ വെച്ച് നടക്കുന്ന ഡിഫറൻസിയേഷൻ എന്ന ഘട്ടത്തിലാണ് ടിഷ്യൂ കൾച്ചർ ആരംഭിക്കുന്നത്. അതായത് ഒരു ചെടിയിലെ ഓരോ ഭാഗത്തെ കോശങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ജോലികളുണ്ട്. ഉദാഹരണത്തിന്, ഇലയിലുള്ള കോശങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവാണുള്ളത്. അതേസമയം തണ്ടിലെ സൈലം, ഫ്ലോയം എന്നിവയ്ക്ക് വെള്ളവും ഭക്ഷണവും ചെടിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവും. ചെടിയുടെ തൊലിയിലെ കോശങ്ങൾക്ക് ആ ചെടിയെ സംരക്ഷിക്കാനുള്ള കഴിവാണുള്ളത്. അങ്ങനെ ഓരോ ഭാഗത്തുമുള്ള കോശങ്ങൾ ഓരോ കഴിവുള്ളവയായി ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ എക്സ്പ്ലാന്റ് തിരഞ്ഞെടുക്കുന്നത്. ഈ എക്സ്പ്ലാന്റ് ന്യൂട്രിയൻ റിച്ചായ കൃത്യമായ രാസവസ്തുക്കൾ അടങ്ങിയ ഒരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആദ്യഘട്ടം. അവിടെ വെച്ച് പെട്ടെന്ന് വിഭജിക്കാൻ തുടങ്ങുന്നതോടെ കാലസ് എന്ന അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള, അതായത് ഏതു തരത്തിലുള്ള സസ്യകോശമായും മാറാൻ കഴിവുള്ള ഒരു സെൽ ക്ലസ്റ്റർ രൂപപ്പെടുന്നു. ഈ പ്രോസസ്സിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. തുടർന്ന് കൃത്യമായ ഹോർമോണുകളുടെ സഹായത്താൽ അവ വേരുകളായും തണ്ടും ഇലയുമെല്ലാമായും മാറി സസ്യത്തിന്റെ വളർച്ചയ്ക്ക് തുടക്കമിടുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ചെറിയ സസ്യങ്ങളെ പ്രത്യേക മീഡിയങ്ങളിലേക്ക് മാറ്റി ആവശ്യത്തിന് വളർച്ച കൈവരിക്കാൻ സഹായിക്കുകയും പിന്നീട് ലാബിൽ നിന്ന് പുറത്തുവിടും മുമ്പ് ക്രമേണ സാധാരണ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേരാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്നു. ഹാർഡനിങ് എന്ന ഈ പ്രക്രിയയും കഴിഞ്ഞിട്ടാണ് ഇവയെ നഴ്സറിയിലോ മണ്ണിലോ നട്ടുപിടിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഈ ചെടികൾ കർഷകർക്കിടയിൽ എത്തുന്നത്. ഒറ്റ നോട്ടത്തിൽ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഈ രീതി കണ്ടെത്താൻ വേണ്ട സമയം ചെറുതായിരുന്നില്ല. ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഈ ടെക്നിക്കിന്റെ പിതാവായി അറിയപ്പെടുന്നത് ഓസ്ട്രിയൻ ബൊട്ടാണിസ്റ്റായ ഗോട്ട്ലിബ് ഹേബർലാൻഡ് ആണ്. മനുഷ്യന്മാരിൽ നിന്നും മറ്റ് പല ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി ചെടികൾക്ക് അവയുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഭേദമാക്കുന്നതിനും ഒരു ചെറിയ തണ്ട് മുറിച്ചു നട്ടാൽ അതിൽ നിന്നും പുതിയൊരു സസ്യം രൂപപ്പെടുന്നതിനുമുള്ള അത്ഭുതകരമായ കഴിവിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ പഠനങ്ങളിൽ നിന്നും അദ്ദേഹം എത്തിയത് ജീവനുള്ള ഓരോ സസ്യകോശത്തിനും ഒരു പൂർണ്ണ സസ്യമായി വളരാനുള്ള ജനിതക ശേഷി അല്ലെങ്കിൽ ജനറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ്. ഈ തിയറി പിൽക്കാലത്ത് ടോട്ടി പൊട്ടൻസി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1898 ഹേബർലാൻഡ് തന്റെ ആശയങ്ങളെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ചില ചെടികളുടെ ഇലകളിൽ നിന്നും മെച്ചുവേർഡ് ആയിട്ടുള്ള കോശങ്ങൾ വേർതിരിച്ചെടുത്ത് അവയെ പലതരം മിനറൽസും സോൾട്ടുകളും ഷുഗറും എല്ലാം ഉള്ള ഒരു ന്യൂട്രിയന്റ് സൊല്യൂഷനിൽ അദ്ദേഹം വളർത്താൻ ശ്രമിച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ആ ലൈനിൽ ജീവനോടെ നിന്നു എന്നതൊഴിച്ചാൽ പുതിയൊരു സസ്യം രൂപപ്പെടുന്നതിന്റെ സൂചന പോലും നൽകാതെ അവ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. തന്റെ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഹേബർലാൻഡ് തന്റെ തിയറിയിൽ ഉറച്ചു നിന്നു. അതായത് ടിഷ്യൂ കൾച്ചറിന്റെ പിതാവെന്ന് ലോകം വിശേഷിപ്പിച്ച ഹേബർലാൻഡിന് തന്റെ തിയറി ശരിയാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണത്തിലൂടെയും കഴിഞ്ഞില്ല. അതിനുശേഷം 1904 എമിൽ ഹാനിഗ് എന്നൊരു ശാസ്ത്രജ്ഞൻ പൂർണ്ണ വളർച്ചയെത്താത്ത പ്ലാന്റ് എംബ്രിയോസിനെ, അതായത് വിത്തുകളിൽ കാണപ്പെടുന്ന ഭ്രൂണങ്ങളെ വിജയകരമായി കൾച്ചർ ചെയ്തത്. അതായത് പ്ലാന്റ് എംബ്രിയോകളെ നശിച്ചു പോകാതെ ഒരു മീഡിയത്തിൽ സൂക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ടിഷ്യൂ കൾച്ചറിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വിജയമായിരുന്നു അത്. എങ്കിലും ഇതിൽ നിന്നൊന്നും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സസ്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ അന്നത്തെ കാലത്ത് ആർക്കും കഴിഞ്ഞിരുന്നില്ല.
ഒരു സസ്യത്തിന് വളരാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണെന്നതിനെ കുറിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകൾ മാത്രമാണ് അന്നത്തെ ശാസ്ത്രജ്ഞർക്ക് ഉണ്ടായിരുന്നത്. തുടർന്ന് പ്ലാന്റ് ഹോർമോണുകളുടെ കണ്ടെത്തലോടുകൂടിയാണ് ടിഷ്യൂ കൾച്ചറിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ചത്. പ്ലാന്റ് ഹോർമോണുകളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് ഈ പരീക്ഷണങ്ങളെല്ലാം നടക്കുന്നതിനും ഒരുപാട് മുമ്പേ ആണ്. 1880-കളിൽ ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ മകൻ ഫ്രാൻസിസ് ഡാർവിനും കനറി പുല്ലുകളിൽ നടത്തിയ ചില പരീക്ഷണങ്ങൾ അനുസരിച്ച് ചെടികളുടെ അഗ്രഭാഗം സൂര്യപ്രകാശത്തിന് നേരെ വളരുന്നതായി ശ്രദ്ധിച്ചിരുന്നു. ആ പുല്ലുകളുടെ അഗ്രഭാഗം വെട്ടിമാറ്റിയപ്പോൾ അവയ്ക്ക് സൂര്യപ്രകാശത്തെ സെൻസ് ചെയ്യാനുള്ള ശേഷി നഷ്ടമാകുന്നതും അവർ ശ്രദ്ധിച്ചു. ഇത് എല്ലാ ചെടികളുടെ അഗ്രഭാഗത്ത് എന്തോ സിഗ്നലിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു ആശയത്തിലേക്ക് അവരെ എത്തിച്ചു. എങ്കിലും അതെന്താണെന്ന് കണ്ടെത്താനോ കൃത്യമായ വിശദീകരണം നൽകാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 1928-ൽ ഓട്സ് ചെടികളുടെ കോളിയോപ്റ്റൈലുകൾ, അതായത് മുളകളിൽ ഫ്രിറ്റ്സ് വെന്റ് എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഓക്സിൻ എന്ന സസ്യ ഹോർമോണിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതും അതിനെ വേർതിരിച്ചെടുക്കുന്നതും. സസ്യങ്ങളിൽ വേരുകളുടെ രൂപീകരണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഓക്സിൻ. തുടർന്നുള്ള വർഷങ്ങളിൽ തക്കാളിയുടെ വേരിലും ക്യാരറ്റിലുമെല്ലാം ഇത്തരത്തിലുള്ള സസ്യ ഹോർമോണുകൾ ഉപയോഗിച്ചിട്ടുള്ള പല പഠനങ്ങളും പല ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലും നടന്നു. റോജർ ഗോദ്റെറ്റ്, പിയറി നോബിക്കോർട്ട് എന്നീ ശാസ്ത്രജ്ഞർ ക്യാരറ്റിന്റെ ടിഷ്യൂവിലുള്ള പല പരീക്ഷണങ്ങൾ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്ന ഓക്സിൻ ഹോർമോൺ ഉപയോഗിച്ച് വിജയകരമായി നടത്തിയിരുന്നു. അതേസമയം ഫിലിപ്പ് ആർ വൈറ്റ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ തക്കാളിയുടെ വേരുകളുടെ അഗ്രഭാഗം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിലും വിജയിച്ചു. അന്ന് അദ്ദേഹം ഉപയോഗിച്ച വൈറ്റ്സ് മീഡിയം പിന്നീട് ടിഷ്യൂ കൾച്ചർ ഗവേഷണത്തിൽ മികച്ച സംഭാവന നൽകി. ഈ പഠനങ്ങൾ ഒന്നും തന്നെ പക്ഷേ ഒരു സമ്പൂർണമായ ടിഷ്യൂ കൾച്ചർ പ്രോട്ടോകോളിലേക്ക് അവരെ എത്തിച്ചില്ല. അങ്ങനെയിരിക്കെ 1941-ൽ ജോഹാനസ് വാൻ ഓവർബീക്ക്, മേരി ഇ കോൺക്ലിൻ, ആൽബർട്ട് ഫ്രാൻസിസ് ബ്ലേക്സ്ലി എന്നിവർ നടത്തിയ വ്യത്യസ്തമായ ഒരു പഠനം ഈ മേഖലയിൽ വൻ മാറ്റങ്ങൾക്കിടയാക്കി. ഡെറ്റൂറ എന്ന നമ്മുടെ നാട്ടിൽ ഉമ്മം എന്ന് വിളിക്കുന്ന ചെടിയുടെ വിത്തിൽ നിന്നും പ്രായപൂർത്തിയാവാത്ത ഭ്രൂണത്തെ, അതായത് എംബ്രിയോ കളക്ട് ചെയ്ത് അവർ വളർത്താൻ ശ്രമിച്ചു. മനുഷ്യനിർമ്മിതമായ പല മീഡിയങ്ങൾ ഉപയോഗിച്ചെങ്കിലും അതൊന്നും ഫലം കാണാതെ വന്നപ്പോഴാണ് എന്തുകൊണ്ട് നാച്ചുറലായി കിട്ടുന്ന ഒരു മീഡിയം കൂടെ തങ്ങളുടെ പരീക്ഷണത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൂടാ എന്നവർ ആലോചിച്ചത്. ഒരു ചെടിയുടെ എംബ്രിയോ അതിന്റെ ആദ്യഘട്ടത്തിൽ ഗ്രോ ചെയ്യാനുള്ള പോഷകങ്ങൾ അവയുടെ വിത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന വിത്തിന്റെ തന്നെ ഭാഗമാണ് അതിന്റെ എൻഡോസ്പെം. അതായത് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അരി, ഗോതമ്പ് എന്ന് വേണ്ട എല്ലാ ധാന്യങ്ങളുടെയും വിത്തുകളുടെയും എല്ലാം പ്രധാന ഭാഗം ഈ എൻഡോസ്പെം ആണ്. എന്നാൽ ഈ സംഘം അവരുടെ പരീക്ഷണത്തിനായി സെലക്ട് ചെയ്തത് നമ്മുടെ തേങ്ങവെള്ളമായിരുന്നു. തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള അതിന്റെ എൻഡോസ്പെം ആണ്. ന്യൂട്രിയൻ്റ് ആൻഡ് കെമിക്കൽ റിച്ച് ആയിട്ടുള്ള അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഭക്ഷണം വലിച്ചെടുത്താണ് തേങ്ങയിൽ നിന്നും മുള പൊട്ടുന്നതെന്ന് നമുക്കറിയാം. ഒരു ലാബ് സംവിധാനത്തിൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള, നാച്ചുറലി വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഈ തേങ്ങവെള്ളം ആഡ് ചെയ്ത ഒരു മീഡിയം അവർക്ക് നൽകിയ റിസൾട്ട് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതുവരെ അവർ നിരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച, വളരെ വികറസ് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ഡെറ്റൂറ ചെടിയുടെ എംബ്രിയോയ്ക്ക് അതിലുണ്ടായത്. അന്നേ വരെയുള്ള മനുഷ്യന്റെ കണ്ടെത്തലുകൾക്കും അപ്പുറം പല ഘടകങ്ങളും കോശവിഭജനത്തിന്, അതായത് സെൽ ഡിവിഷന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞർ അത് എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്നു മുതൽ ആരംഭിച്ചു. ഫോൾക്കെ സ്കൂഗ്, കാർലോസ് മില്ലർ എന്നിവർ ചേർന്ന് നടത്തിയ പഠനങ്ങളാണ് ഇവയിൽ പ്രധാനം. ബൊട്ടാണിക്കൽ റിസർച്ചുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സസ്യങ്ങളിൽ ഒന്നാണ് ടുബാക്കോ അഥവാ പുകയില ചെടി. ഇത്തരത്തിൽ പുകയില ചെടിയുടെ ഇലയിൽ നിന്നും വളർത്തിയെടുത്ത ഒരു സെൽ ക്ലസ്റ്ററിനെ, അതായത് കാലസിനെ, ഓക്സിനും ചില ന്യൂട്രിയൻസ് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവർ. ഈസ്റ്റ് എക്സ്ട്രാക്ട്, പലതരം ചെടികളിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകൾ, അങ്ങനെ പലതും അവർ ടെസ്റ്റ് ചെയ്തു. എന്നാൽ ഇതിൽ നിന്നൊന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസ് ചെയ്ത ഹെറിംഗ് എന്നൊരു മത്സ്യത്തിന്റെ സ്പേം DNA അടങ്ങിയ ചില പെട്രി ഡിഷുകളിൽ നിന്നും കിട്ടിയ രാസവസ്തുക്കൾ മില്ലർ പുകയില ചെടിയുടെ സാമ്പിളുകളിൽ പരീക്ഷിക്കുന്നത്. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ റാപ്പിഡ് ആയിട്ടുള്ളൊരു സെൽ ഡിവിഷൻ അവർക്ക് അവിടെ കാണാൻ സാധിച്ചു. അതുവരെ കണ്ടെത്താത്ത സെൽ ഡിവിഷനെ അത്രയധികം സഹായിക്കുന്ന ആ രാസവസ്തു എന്തെന്നുള്ള അന്വേഷണത്തിനൊടുവിൽ അത് കൈനറ്റിൻ എന്ന ഹോർമോൺ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഓട്ടോക്ലേവിൽ വെച്ച് ചൂടാക്കിയ DNA-യിൽ നിന്ന് വേർപിരിഞ്ഞ അഡിനിന്റെയും ഷുഗർ ഗ്രൂപ്പിൽ നിന്ന് വേർപിരിഞ്ഞുണ്ടായി വന്ന ഫർഫ്യൂറൽ എന്ന സംയുക്തത്തിന്റെയും പ്രവർത്തന ഫലമായിട്ടാണ് കൈനറ്റിൻ എന്ന സൈറ്റോകിനിൻ വിഭാഗത്തിൽപ്പെടുന്ന ഹോർമോൺ രൂപപ്പെട്ടത്. സൈറ്റോകിനിൻ സസ്യങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് അതിന്റെ ഷൂട്ടിന്റെ, അതായത് തണ്ടുകളുടെയും ഇലകളുടെയും രൂപീകരണ ഘട്ടത്തിലാണ്. ഓക്സിന്റെ കണ്ടെത്തലിനോടൊപ്പം കൈനറ്റിൻ എന്ന ഈ ഹോർമോണിന്റെ കണ്ടെത്തൽ കൂടി വന്നതോടെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന ടിഷ്യൂ കൾച്ചർ മേഖലയിൽ വലിയൊരു കുതിപ്പ് തുടങ്ങി.
ഓക്സിന്റെയും സൈറ്റോകിനിന്റെയും അനുപാതം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കാലസിൽ നിന്നും വേരുകളെയും തണ്ടിനെയും ഇലകളെയും എല്ലാം ആവശ്യാനുസരണം ഉണ്ടാക്കാമെന്ന് ഇവർ കണ്ടെത്തി. തുടർന്ന് 1958 ഫ്രെഡറിക് സ്റ്റുവാർട്ട് എന്ന ശാസ്ത്രജ്ഞൻ ക്യാരറ്റിന്റെ കോശങ്ങളിൽ നിന്ന് പൂർണ്ണമായും പുതിയ ക്യാരറ്റ് ചെടികളെ വികസിപ്പിച്ചെടുത്തു. 50-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഹേബർലാൻഡ് മുന്നോട്ട് വെച്ച ടോട്ടി പൊട്ടൻസി എന്ന അദ്ദേഹത്തിന്റെ തിയറി അങ്ങനെ ശരിയാണെന്ന് തെളിഞ്ഞു. ഇന്ന് ടിഷ്യൂ കൾച്ചർ മേഖലയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട MS മീഡിയം എന്നൊരു ടിഷ്യൂ കൾച്ചർ മീഡിയം സ്കൂഗിന്റെയും തോഷിയോ മുറാഷിഗെ എന്ന സയന്റിസ്റ്റിന്റെയും ഗവേഷണത്തിലൂടെയാണ് അധികം വൈകാതെ തന്നെ കണ്ടെത്തുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ മേഖലയിൽ ഒട്ടനവധി പുതിയ കണ്ടെത്തലുകൾ നടന്നു. ഒരു സസ്യത്തിൽ നിന്നും കൂടുതൽ മികച്ച ഇനം സസ്യങ്ങളെ വളരെ വേഗത്തിൽ വളരെ ഉയർന്ന അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായ ഹാപ്ലോയിഡ് കൾച്ചറും പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷനിലൂടെ സൊമാറ്റിക് ഹൈബ്രിഡുകളെയും എല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തു. ഇതിൽ ഹാപ്ലോയിഡ് കൾച്ചർ എന്ന ടെക്നിക്ക് വികസിപ്പിച്ചെടുത്തതും അതിൽ സുപ്രധാനമായ കണ്ടെത്തലുകൾ നടത്തിയതുമെല്ലാം ഇന്ത്യക്കാരായ ക്ഷിപ്ര ഗുഹ മുഖർജി, സതീഷ് ചന്ദ്ര മഹേശ്വരി എന്നീ ശാസ്ത്രജ്ഞർ ചേർന്നാണ്. കോളേജ് തലത്തിൽ ബയോളജി പഠിച്ചിട്ടുള്ളവർക്ക് മഹേശ്വരി, ഗുഹ എന്നീ പേരുകൾ സുപരിചിതമായിരിക്കും. 1980-കളോടെയാണ് ഒരു സസ്യത്തിൽ നിന്നും കളക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത ഒരു കാലസ് കൾച്ചറിലേക്ക് നമുക്ക് ആവശ്യമായ ജീനുകളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പുതിയ രീതികൾ അവതരിപ്പിക്കപ്പെട്ടത്. ഇതുവഴി നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നമുക്കിഷ്ടമുള്ള സ്വഭാവങ്ങളുള്ള പുതിയ വിളകളെയും സസ്യങ്ങളെയും എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. രോഗങ്ങൾ ബാധിക്കാത്ത ഏറ്റവും മികച്ച വിളവ് നൽകുന്ന ഒട്ടനവധി സസ്യങ്ങളെ വളർത്തിയെടുക്കാനും അവ സാധാരണക്കാരായ കർഷകരിലേക്ക് എത്തിക്കാനും ടിഷ്യൂ കൾച്ചറിങ്ങിന് കാരണമായി. അതുമാത്രമല്ല, വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന പല സസ്യങ്ങളെയും അവയുടെ ഇലയിൽ നിന്നോ തണ്ടിൽ നിന്നോ ഉള്ള ചെറിയ ഭാഗങ്ങൾ കൊണ്ട് തന്നെ 10,000-കണക്കിന് തൈക്കളാക്കി വളർത്തിയെടുക്കാനും അവയെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാനും ടിഷ്യൂ കൾച്ചർ സഹായിച്ചു. ഒരു കംപ്ലീറ്റ് പ്ലാന്റിനെ വളർത്തിയെടുക്കുക എന്നതിൽ നിന്നും വ്യത്യസ്തമായി ക്യാൻസർ പോലുള്ള പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ടാക്സോൾ പോലുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ സസ്പെൻഷൻ കൾച്ചറിലൂടെ, അതായത് ബയോ റിയാക്ടറുകളിൽ വളർത്തിയെടുക്കുന്ന സസ്യകോശങ്ങളെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ടിഷ്യൂ കൾച്ചറിന്റെ ഗുണവിശേഷങ്ങളും അവയുടെ സാധ്യതകളും നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് സസ്യകോശങ്ങളെ ഒരു ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഫിക്ഷണൽ ആയിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ തന്നെ കോപ്പികളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നല്ലോ. അനിമൽ സെല്ലുകളിൽ ഫെർട്ടിലൈസ്ഡ് ആയ ഒരു എഗ് സെൽ, അതായത് ഒരു സൈഗോട്ട് ഒഴികെ മറ്റൊരു കോശത്തിനും കംപ്ലീറ്റ് ഇൻഡിവിജ്വലായി വളരാനുള്ള ഒരു കഴിവില്ല. അതായത് അവ പ്ലാന്റ്സിനെ പോലെ ടോട്ടി പൊട്ടന്റ് അല്ല, പക്ഷേ അവ പ്ലൂരി പൊട്ടൻസി എന്ന സ്വഭാവം കാണിക്കുന്നുണ്ട്. പ്ലൂരി പൊട്ടൻസി എന്നാൽ ഒരു അനിമൽ സെല്ലിന് ആ ജീവിയുടെ ശരീരത്തിലെ ഏത് ഓർഗനായും മാറാനുള്ള കഴിവാണ്. മനുഷ്യനടക്കമുള്ള പല ജീവികളുടെയും സ്റ്റെം സെൽസ് എന്നറിയപ്പെടുന്ന അതിവേഗം വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങൾക്കാണ് ഈ പ്രത്യേകതയുള്ളത്. നമ്മുടെ ബോൺ മാരോയിലും പല അവയവങ്ങളെയും പൊതിഞ്ഞു കാണുന്ന ഫാറ്റ് സെല്ലുകളിലും പ്ലാസന്റയിലും എല്ലാമാണ് സ്റ്റെം സെല്ലുകളെ സാധാരണയായി നാം കാണുന്നത്. ഈ സ്റ്റെം സെല്ലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് റീജനറേറ്റീവ് മെഡിസിൻ എന്ന മേഖലയിലാണ്. നമ്മുടെ ശരീരത്തിലെ കേടായ ടിഷ്യൂകളെയും അവയവങ്ങളെയും എല്ലാം റിപ്പയർ ചെയ്യാൻ പാകത്തിന് അത്തരം ടിഷ്യൂസിനെ വളർത്തിയെടുത്ത് ഡാമേജ് ആയ സെല്ലുകളെ റീപ്ലേസ് ചെയ്യാനുള്ള ഗവേഷണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിലെ കോർണിയ മുതൽ ഹൃദയപേശികൾ, നെർവുകൾ, അങ്ങനെ പലതരത്തിലുള്ള കോശങ്ങളെയും വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ജോൺ ബി ഗേർഡൻ 1962 ഒരു തവളയുടെ എഗ് സെല്ലിന്റെ ന്യൂക്ലിയസ് അതേ തവളയുടെ തന്നെ ഒരു മെച്യൂർഡ് സെല്ലിന്റെ ന്യൂക്ലിയസ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത ശേഷം അതിൽ നിന്നും പുതിയൊരു തവളയെ തന്നെ ഉണ്ടാക്കിയെടുത്തു. അതായത് പ്രായപൂർത്തിയായ ഒരു സാധാരണ കോശത്തിന്റെ ന്യൂക്ലിയസിൽ ആ ജീവിയെ പൂർണ്ണമായും പുനഃസൃഷ്ടിക്കാനുള്ള ഡാറ്റ അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. മുതിർന്ന മനുഷ്യരിലെ സാധാരണ കോശങ്ങളെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്ലൂറി പൊട്ടന്റ് സെല്ലുകളാക്കി മാറ്റാൻ കഴിയുമെന്നാണ് 2006 ഷിന്യ യമനാക്ക എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത്. ഇൻഡ്യൂസ്ഡ് പ്ലൂറി പൊട്ടന്റ് സെൽസ് അഥവാ IPCs എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഈ ഗവേഷണങ്ങൾക്കാണ് 2012 വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. അതായത് കേടുപാടുകൾ സംഭവിച്ച ഒരു ഓർഗനെ റീപ്ലേസ് ചെയ്യാൻ വരും കാലങ്ങളിൽ ഒരു ഡോണറിനെ അല്ലെങ്കിൽ അവയവദാതാവിനെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടാവില്ല. ഒരാൾക്ക് ആവശ്യമായ, അയാൾക്ക് എക്സാക്ട് മാച്ച് ആയിട്ടുള്ള അവയവങ്ങളെ അയാളുടെ തന്നെ കോശങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന കാലം വിദൂരമല്ല. രോഗങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാനും പുതിയ മരുന്നുകൾ മനുഷ്യന്റെ തന്നെ സെല്ലുകളിൽ പരീക്ഷിച്ച് അവയുടെ എഫിഷ്യൻസി, സൈഡ് എഫക്റ്റ് എന്നിവ മനസ്സിലാക്കാനും പ്ലൂറി പൊട്ടന്റ് സ്റ്റെം സെല്ലുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഓർഗനോയിഡുകൾ എന്നറിയപ്പെടുന്ന ലബോറട്ടറിയിൽ വളർത്തിയെടുക്കുന്ന ചെറിയ അവയവങ്ങളുടെ മോഡലുകളാണ് ഇത്തരത്തിൽ ഇന്ന് രോഗപഠനത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകുന്നത്.
ഇതിനെല്ലാം അപ്പുറമായി ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ കോശങ്ങളെ, അതായത് മസിൽ സെൽസിനെ ലാബിനുള്ളിൽ വളർത്തി അത് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു എക്സ്പ്ലാന്റിൽ നിന്നും അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള കാലസ് ഉണ്ടായി വരുന്നത് പോലെ സിംഗപ്പൂർ പോലുള്ള പല രാജ്യങ്ങളിലും ഇവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാനും അവ പൊതുജനങ്ങൾക്കായി വിൽക്കാൻ അനുമതിയുമുണ്ട്. എങ്കിലും ഉയർന്ന തോതിൽ കുറഞ്ഞ ചെലവിൽ ഈ ഇത്തരത്തിൽ മാംസം ഉൽപ്പാദിപ്പിക്കാനുള്ള രീതികൾ ഇതുവരെയും വികസിപ്പിച്ചെടുത്തിട്ടില്ല. അതുകൂടി സംഭവിച്ചാൽ ഭക്ഷ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഹേബർലാൻഡ് എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ പാളിപ്പോയ ഒരു പരീക്ഷണം ഇന്ന് എത്തി നിൽക്കുന്നത് ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഇത്തരം കണ്ടെത്തലുകളിലാണ്. നമ്മളെ അമ്പരിപ്പിക്കുന്ന അത്തരം കണ്ടെത്തലുകൾക്കായി ഇനിയും നമുക്ക് കാത്തിരിക്കാം.